എന്തുണ്ടായി? അയ്യപ്പന്റെ കട്ടിളപ്പാളി പൊളിച്ചു നീക്കി കൊണ്ടുപോയപ്പോ എണീറ്റ് നിന്ന് ചോദ്യം ചോദിക്കാൻ കേരള നിയമസഭയില് നട്ടലുള്ള ഒരാള് പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടായി. അവരുടെ മുൻപാകെയല്ലേ രമേശ് ചെന്നിത്തല തന്റെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടത്? സോണിയാഗാന്ധിയുടെ കയ്യിൽ അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കുറച്ചു നേരത്തേക്ക് ചരട് കെട്ടിക്കൊടുത്തു അത്രേ. ആരാ കെട്ടിക്കൊടുക്കാൻ പോയത്? നമ്മുടെ ശ്രീമാൻ മുരളീധരൻജി മത്സരിച്ച ആറ്റിങ്ങലിലെ, ഞാൻ മത്സരിച്ചപ്പോ ആറ്റിങ്ങലിൽ നിന്ന് ജയിച്ച് MP ആയി പോയ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയ മാഡവും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം നമ്മുടെ മുന്നിൽ പുറത്തു വന്നു. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, അടൂർ പ്രകാശിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സോണിയ മാഡത്തിനും ഈ കട്ടിളപ്പാളി പൊളിച്ചതിനെ കുറിച്ച് അറിയാം. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളെ ഞങ്ങൾ കേരള നിയമസഭയിൽ ചർച്ച ചെയ്യിക്കില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മുന്നോട്ട് പോയതെങ്കിൽ 10 വർഷം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അവർ നശിപ്പിച്ചു. 10 വർഷം അവർ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ വർഷം നശിപ്പിച്ചപ്പോ എന്തുണ്ടായി? അയ്യപ്പന്റെ കട്ടിളപ്പാളി പൊളിച്ചു നീക്കി കൊണ്ടുപോയപ്പോ എണീറ്റ് നിന്ന് ചോദ്യം ചോദിക്കാൻ കേരള നിയമസഭയില് നട്ടലുള്ള ഒരാള് പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടായി. ചെന്നിത്തല പറഞ്ഞു SITയുടെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ രമേശ് ചെന്നിത്തല പോയി മൊഴി കൊടുത്തു. ആരാണ് SIT? SIT എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പോലീസല്ലേ? SIT എന്ന് പറയുന്നവർക്ക് മൊഴി കൊടുക്കാൻ ആഗ്രഹിച്ച കേരളത്തിന്റെ രമേശ് ചെന്നിത്തലയോട് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ശബരിമല വിഷയം പരിപൂർണമായി തെളിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ദേശീയ ഏജൻസി അന്വേഷിക്കാൻ വരണമെന്നല്ലേ ശ്രീമാൻ രമേശ് ചെന്നിത്തല ആവശ്യപ്പെടേണ്ടത്? അവരുടെ മുൻപാകെയല്ലേ രമേശ് ചെന്നിത്തല തന്റെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടത്? സോണിയാഗാന്ധിയുടെ കയ്യിൽ അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കുറച്ചു നേരത്തേക്ക് ചരട് കെട്ടിക്കൊടുത്തു അത്രേ. ആരാ കെട്ടിക്കൊടുക്കാൻ പോയത്? നമ്മുടെ ശ്രീമാൻ മുരളീധരൻജി മത്സരിച്ച ആറ്റിങ്ങലിലെ, ഞാൻ മത്സരിച്ചപ്പോ ആറ്റിങ്ങലിൽ നിന്ന് ജയിച്ച് MP ആയി പോയ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയ മാഡവും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം നമ്മുടെ മുന്നിൽ പുറത്തു വന്നു. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, അടൂർ പ്രകാശിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സോണിയ മാഡത്തിനും ഈ കട്ടിളപ്പാളി പൊളിച്ചതിനെ കുറിച്ച് അറിയാം. വെറുതെ സോണിയാഗാന്ധിയെ കാണാൻ പോകുമോ? ഏറ്റവും കൂടുതൽ പുരാവസ്തുക്കൾ ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത് ഇറ്റലിയിലേക്കാണോ എന്ന് ശ്രീമാൻ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പഴയകാല റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലില്ലേ? ആ റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലിരിക്കുമ്പോ നമ്മൾ 1/2 ഡസൻ പേർ കേരള നിയമസഭയിൽ 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ കട്ട്ള പൊളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാൻ ഈ കടകംപള്ളി സുരേന്ദ്രന് ആംബിയർ ഉണ്ടാകുമായിരുന്നോ എന്നുള്ള ചോദ്യം ഈ കേരള രാഷ്ട്രീയത്തിൽ ഉയർത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലാംശത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടെടുക്കേണ്ട തീരുമാനം നമുക്ക് ഈ കേരളത്തിന് വിജയിക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ്. കേരളത്തിന് വിജയിക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അനന്തപുരി വിജയിച്ചപ്പോൾ കേരളത്തിലെ പ്രബുദ്ധതയുള്ള ജനത വിജയിച്ചു എന്നുള്ളതാണ്. അനന്തപുരി വിജയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട രാജേഷിന്റെ സ്വപ്ന പദ്ധതികൾ പത്രക്കാരോട് വിശദീകരിക്കുന്നത് നമ്മൾ എല്ലാവരും കേട്ടു. ആ പദ്ധതികളിൽ ആത്മീയ ടൂറിസം ഉണ്ട്. ആ പദ്ധതിയിൽ ഒരു നഗരത്തിന്റെ വികാസത്തെ കുറിച്ചുള്ള ചർച്ചയുണ്ട്. ആ പദ്ധതികളിൽ കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്ന് നിന്നുകൊണ്ട് എന്തെല്ലാം പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിനെ കുറിച്ചുള്ള വാക്കുകളുണ്ട് എന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഇരിക്കുന്നത്. 2 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കണക്കാണ്. UPA ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിന്റെ റെയിൽവേ മേഖലയുടെ വികസനത്തിന് വേണ്ടി കൊടുത്ത രൂപ 372 കോടി രൂപയാണ്. 372 കോടി രൂപ മാത്രം റെയിൽവേ മേഖലയ്ക്ക് വേണ്ടി കൊടുത്ത് UPA ഗവൺമെന്റിനെ പിന്തുണച്ചുകൊണ്ട് PM ശ്രീയുടെ പദ്ധതി പോലും കേരളത്തിലേക്ക് വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉപദേശിക്കുന്ന ശ്രീമാൻ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും പറയുകയാണ് റെയിൽവേ മേഖലയ്ക്ക് കാര്യം
കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് പറയാൻ സാധിക്കും, എറണാകുളം കോട്ടയം കായംകുളം പാത ഇരട്ടിപ്പിക്കൽ വർഷങ്ങളോളം പൂർത്തിയാകാതെ കിടന്നു. പുനലൂർ ചെങ്കോട്ട ആ പാതകൾ ഡീസൽ പാതകളായി വർഷങ്ങളോളം കിടന്നു. എന്നാൽ NDAയുടെ ഭരണകാലഘട്ടത്തിൽ കേരളത്തിനുള്ള റെയിൽവേ വിഹിതം 7 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് 2704 കോടി രൂപ കേരളത്തിന് നൽകിക്കൊണ്ട് നമ്മുടെ റെയിൽവേ വകുപ്പ് മന്ത്രിയും ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ കാവൽക്കാരൻ ശ്രീമാൻ നരേന്ദ്രമോദിയും ചേർന്ന് കേരളത്തിന്റെ റെയിൽവേ മേഖലയെ വികസിപ്പിച്ച കഥ അത് വരാൻ പോകുന്ന നാളുകളിൽ നിങ്ങൾ സമൂഹത്തോട് പറയണം. നമ്മൾ സമൂഹത്തോട് പറയും, 372 കോടിയാണോ വലുത്, 2000 കോടിയിലധികം വരുന്ന തുകയാണോ വലുത് എന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ചയാക്കപ്പെടും. നമ്മുടെ പ്രിയപ്പെട്ട മേയർ നമ്മുടെ സ്വപ്നം വിശ്വാസമായി വാക്കാക്കി മാറ്റാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞനുജൻ ശ്രീമാൻ രാജേഷിനെ അദ്ദേഹത്തിന്റെ പ്രവർത്തന പദ്ധതികള് ഈ കേരള സംസ്ഥാനം അതീവ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഓരോ ലീഡറോടും വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള പോയിന്റ് ഇങ്ങനെയാണ്: നിങ്ങൾ ശ്രീമാൻ VV രാജേഷ് സംസ്ഥാന നേതാവായിട്ടുണ്ട്, VV രാജേഷ് ജില്ലയുടെ അധ്യക്ഷനായിട്ടുണ്ട്. എന്നാൽ ഈ നിമിഷം മുതൽ VV രാജേഷിന് നമ്മുടെ ഈ സംസ്ഥാന ഘടകം കൊടുക്കുന്ന ഒരു ചുമതല എന്ന് പറയുന്നത് അനന്തപുരിയുടെ ജോലിക്കാരനായി ശ്രീമാൻ VV രാജേഷ് പണിയെടുക്കും, ജോലി ചെയ്യും. അത് കേരളം മുഴുവൻ കാണുമെന്നുള്ള ഉത്തരവാദിത്വമാണ് സംസ്ഥാന ഘടകവും അഖിലേന്ത്യാ ഘടകവും നമ്മുടെ പ്രിയപ്പെട്ട അനുജൻ രാജേഷിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിന്റെ റെയിൽവേ മേഖല 372 കോടി രൂപ 10 കൊല്ലം കൊണ്ട് കിട്ടിയപ്പോൾ 2700 കോടിയോളം രൂപ നമ്മുടെ റെയിൽവേ മേഖലയ്ക്ക് കിട്ടിയത് ഞാനും നിങ്ങളും ചർച്ച ചെയ്യും. ഇന്ന് ഒരു അവാർഡ് കേന്ദ്രം കൊടുത്തു. ആർക്കാ കൊടുത്തത്? എല്ലാ സംസ്ഥാനങ്ങളിലെയും റെയിൽവേ മേഖലയുടെ പ്രവർത്തനം പരിശോധിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ വേദിയിൽ ഇരിക്കുന്നുണ്ട്. ദാസേട്ടൻ റെയിൽവേ അമ്യൂണിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. ദാസേട്ടൻ ഓരോ സ്ഥലത്ത് പെട്ടിയും പിടിച്ചിങ്ങനെ പോകുമ്പോ, സംസ്ഥാന ഭാരവാഹി യോഗം കഴിയുമ്പോ ഞങ്ങളൊക്കെ ചോദിക്കും, ഇന്ന് എവിടേക്കാണ്? തെലങ്കാനയിലേക്കാണോ, ഡൽഹിയിലേക്കാണോ, അതോ കണ്ണൂരിലേക്കാണോ? അങ്ങനെ ഞങ്ങള് ചോദിക്കും ദാസേട്ടനോട്. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, റെയിൽവേയുടെ അമ്യൂണിറ്റി കമ്മിറ്റി ആ ചെയർമാൻ പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് ദാസേട്ടൻ പ്രവർത്തിക്കുകയും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം അദ്ദേഹത്തിന് ഒരു ചുമതല കൊടുക്കുകയും ചെയ്തപ്പോ അവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടായി. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വേഗതയില് റെയിൽവേ ഡബ്ലിംഗ് നടന്ന ഒരു സംസ്ഥാനത്തിന്റെ അവാർഡ് ആരുമറിയാതെ സംസ്ഥാന ഗവൺമെന്റ് വാങ്ങിയെടുത്ത് തിരിച്ചു കൊണ്ടുപോരുമ്പോൾ നന്ദി പറഞ്ഞില്ലെങ്കിലും നന്ദി കേട് പറയാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ റെയിൽവേ മേഖലയുടെ വികസനത്തിന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ക്യാബിനറ്റ് മിനിസ്റ്ററും അതിലിരിക്കുന്ന ഓരോ ബോർഡിൽ പ്രവർത്തിക്കുന്നവരുമാണ് എന്ന് നമ്മൾ സമൂഹത്തോട് തുറന്നു പറയും. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ദേശീയപാതയെ കുറിച്ച് പറഞ്ഞാൽ 2 മുഖ്യമന്ത്രിമാർ ആലപ്പുഴയിൽ നിന്നുണ്ടായിരുന്നു, 4 കേന്ദ്രമന്ത്രിമാർ ആലപ്പുഴയിൽ നിന്നുണ്ടായിരുന്നു. അവിടെ ഇപ്പോ എല്ലാ സ്ഥലത്തും കോൺഗ്രസിന്റെ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ചാനലുകളൊക്കെ തുടങ്ങി ചില മാധ്യമങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹൈവേ വികസനത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയണം, കേരളത്തിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഒരു ദേശീയ പാതയുടെ ഉദ്ഘാടനമല്ല, ദേശീയ പാത വേണോ വേണ്ടോ എന്ന് 1980 ആലോചിച്ചു. ദേശീയ പാതയ്ക്ക് വേണ്ടിയിട്ട് സാങ്ഷൻ കൊടുക്കാൻ 5 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നാട്ടിൽ ശ്രീമാൻ ഗഡ്കരി ഒരു പദ്ധതി ഓർത്താൽ, തീരുമാനമെടുത്താൽ, സ്വിച്ചിട്ട് കഴിഞ്ഞാൽ അതീവ വേഗതയിൽ ആ പദ്ധതി കേരളത്തിൽ പ്രാവർത്തികമാക്കപ്പെടാൻ പോവുകയാണ്. നമ്മുടെ